ഹലോ ഗൈസ്, അപ്പോൾ ഇന്നൊരു മിനി വ്ളോഗ് ആയാലോ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ വെച്ചിട്ട് കോളേജിൽ പോയി നിൽക്കായിരുന്നു. അപ്പോൾ ഞാൻ സ്വീറ്റ് കോണും എഗ് പോലെ ചെയ്തിട്ട് തന്നെയാണ് എടുത്തത്. ബിക്കോസ് എനിക്കിത് കുറച്ചും കൂടി ഈസിയാണ്. ഈ ഓട്സ് ഒക്കെ ഷുഗർ ഇല്ലാണ്ട് നമ്മൾ കഴിക്കുന്നേക്കാളും എത്രയോ ബെറ്ററാണ് എനിക്ക് സ്വീറ്റ് കോണും. ഈ എഗ്ഗാണ് കുറച്ച് സീൻ, എന്നാലും നമുക്ക് കഴിക്കാം. എനിക്ക് ഓട്സ് ഒന്നും രാവിലെ ഇറങ്ങിയില്ല ഗൈസ്. പിന്നെ ഇതാ എനിക്ക് ഇഷ്ടമായതുകൊണ്ട്, സ്വീറ്റ് കോൺ ഇഷ്ടമായതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും. അതുപോലെ ഡെയിലി ഞാൻ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണെങ്കിലും എനിക്ക് വലിയ സീനൊന്നുമില്ല. അങ്ങനെ പിന്നെ കോളേജിലെത്തി ഫ്രീ ആയപ്പോൾ ഈ ബുക്ക് വായിച്ചു. അയ്യോ, അത് ഭയങ്കര ഫീലായിരുന്നു. ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല അങ്ങനെ ഒരു എൻഡിങ്. ശരിക്കും ഒരു മൂവിയൊക്കെ കണ്ടൊരു ഫീലായിരുന്നു. മനസ്സിൽ മൊത്തം അന്ന് ഈവനിങ് വീട് എത്തിയിട്ട് മനസ്സിൽ മൊത്തം ആ ബുക്ക് തന്നെയായിരുന്നു. ശരിക്കും അത്രയ്ക്ക് നമുക്ക് എന്തോ തട്ടിയുള്ളിൽ. പിന്നെ ഉച്ചത്തെ ലഞ്ചിൻ്റെ വീഡിയോ എടുക്കാൻ ഞാൻ വിട്ടുപോയി. പിന്നെ ഞാൻ സാലഡ് എപ്പോഴും കൊണ്ടുപോകും, കാരണം നമ്മൾ 100 grams ഓഫ് റൈസ് അല്ല കൊണ്ടുപോകുന്നത്. എന്തായാലും നമുക്ക് വിശപ്പ് താങ്ങില്ല. സോ ഞാൻ സാലഡ് എപ്പോഴും ഇങ്ങനെ എടുക്കാറുണ്ട്, എന്തെങ്കിലുമൊക്കെ കുറച്ച്. അപ്പോൾ അതിൻ്റെ വീഡിയോ എനിക്ക് പെട്ടെന്ന് എടുക്കാൻ ഓർമ്മ, അപ്പോൾ അത് മാത്രം എടുത്തു. അങ്ങനെ സാലഡ് ക്യൂക്കമ്പറും ക്യാരറ്റും പിന്നെ കുറച്ച് ലെമണൊക്കെ സ്ക്വീസ് ചെയ്ത് കുറച്ച് സോൾട്ടൊക്കെ ഇട്ടിട്ട് കഴിക്കൽ, കാരണം പച്ചക്കറിയൊന്നും നമുക്ക് ഇറങ്ങാറില്ലല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ കഴിക്കും, വേറെ വഴിയില്ലല്ലോ, അഡ്ജസ്റ്റ് ചെയ്യണേ. അങ്ങനെ പിന്നെ കോളേജ് കഴിഞ്ഞു. ഞാനൊരു 4:30 ബസ് കയറും. കോളേജ് ബസ്സിൽ തന്നെ വരാറ്. ഒരു 6 o'clock അടുത്താകുമ്പോൾ എടുത്താറുണ്ട്. പിന്നെ പാലക്കാട് ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ പ്രകൃതി രമണീയമായ വഴിയിലൂടെയാണ് വരിക. സ്വാഭാവികം, പാലക്കാടാണല്ലോ, പിന്നെ ഇങ്ങനത്തെ വഴികളൊക്കെ സ്വാഭാവികം. അങ്ങനെ പിന്നെ വീടെത്തി നല്ലോണം വിശന്നു. എപ്പോഴും വിശക്കും, ബിക്കോസ് നമ്മൾ ഇന്ത്യൻ ആയതുകൊണ്ട് തന്നെ വെറുതെ ക്ലാസ്സിലിരിക്കില്ലല്ലോ, അതുകൊണ്ട് വിശപ്പം എന്തായാലും വരും. വീടെത്തുമ്പോൾ നല്ലോണം വിശക്കും. പിന്നെ വേഗം ഒരു ഓറഞ്ച് എടുത്ത് കഴിച്ചു. പിന്നെ ഞാൻ ആയിട്ടൊരു റോബസ്റ്റ് എന്തെങ്കിലും കഴിച്ചോ ഒഴിവാക്കാമെന്ന് വിചാരിച്ച്, പക്ഷേ ബിരിയാണി വന്നു കഴിച്ചു വീട്ടിലേക്ക്. എൻ്റെ ഫാമിലിയുടെ ഒരു ഫംഗ്ഷൻ അങ്ങനെ ബിരിയാണി വന്നതാണ്. ഞാൻ മാക്സിമം കഴിക്കരുത് വിചാരിച്ചു, പക്ഷേ എൻ്റെ ഉമ്മ കഴിച്ചോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓക്കെ ശരി കുറച്ച് കഴിക്കാം, കുറച്ചേ കഴിച്ചുള്ളൂ. എന്നാലും കഴിച്ചല്ലോ, റിഗ്രറ്റ് ഉണ്ട് എനിക്കിപ്പോൾ നല്ലോണം. എന്നാലും കഴിച്ച് പോയി. ഇനിയിപ്പോൾ കാര്യമില്ല, ഇനിയിപ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് ബേണിയണം. അതാണ് മനസ്സിൽ, ഇതെങ്ങനെ ബേണിയും. എന്തായാലും വെയിറ്റ് കൊടുക്കുക. ഞാൻ വേഗം വെയിറ്റ് വെക്കുന്ന ആളാണ്, ഇതൊക്കെ അറിഞ്ഞിട്ടാണ് ഞാൻ ഇതെങ്ങനെയും അപ്പോൾ ബേണിയണം. ശരി എന്നാൽ ബൈ.